എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന 15 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂം, ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, കാർ പോർച്ച്, കിണർ വെള്ളം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മനോഹരമായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം വരുന്നത്. ടാറിംഗ് റോഡാണ് കാണുന്നത്. 15 സെൻറ്റ് സ്ഥലമാണുള്ളത്. 2 വശത്തുകൂടിയും വഴിയുണ്ട്. ഇതാണ് വീടിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു ദൃശ്യം. നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിയ കാർ പോർച്ച് നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ കാണാവുന്നതാണ്. നല്ല മുറ്റമൊക്കെ ഉള്ള വീടാണ്. 3-4 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു വീടാണ്. പില്ലറുകളിലൊക്കെ നല്ല ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തറയുടെ ഭാഗത്തൊക്കെയാണ് ഗ്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് ഗേറ്റ് വരുന്നത്. ഹൈവേയിൽ നിന്ന് വരുന്ന ബൈ റോഡിൽ നിന്നും നേരെ ഈ വീട്ടിലേക്ക് ഉള്ള റോഡാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗം വരെ നമുക്ക് സ്ഥലമുണ്ട്. അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ആ മുൻവശത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആ ഭാഗത്തുമൊക്കെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം എല്ലാം ഒന്ന് കണ്ടുവരാം. ഈ ഭാഗത്തും വീടിൻ്റെ മുൻവശത്തും ഒക്കെ നമുക്ക് വണ്ടി ഇടാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറാനുള്ളതാണ്. മാറ്റി അതെല്ലാം ക്ലീൻ ചെയ്ത് തരുന്നതാണ്. പണി പൂർത്തിയായതേ ഉള്ളൂ. നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു കിണർ വന്നിരിക്കുന്നത്. കിണർ ഒരു വർക്ക് ഏരിയയിൽ നിന്ന്, വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അകത്ത് നിന്ന് തന്നെ നമുക്ക് വെള്ളം കോരാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഫുഡ് വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ റൂഫ് ഏരിയയിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇത് നമ്മുടെ താഴേന്ന് കണ്ട കാർ പോർച്ചിൻ്റെ മേൽഭാഗമാണ്, മുകൾ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർഡനിങ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭാഗം വേണം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോളികാർബോണേറ്റ് ഷീറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യം വരുന്നത്. 2 റോഡുകളും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തടികൾ വന്നിരിക്കുന്നത് ആഞ്ഞിലി, തേക്ക് മുതലായവയാണ് ചെയ്തിരിക്കുന്നത്. വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർ പോർച്ചിൽ നിന്ന് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വാഹനങ്ങൾ കയറ്റി ഇടണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൃഷിക്കായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം. 15 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. ജനൽപ്പാളികളൊക്കെ കതക് എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ തടിയാണ്. വലിയൊരു സിറ്റ് ഔട്ട് നല്ല നീളത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പില്ലറുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വുഡിൻ്റെ ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ധാരാളം LED ലൈറ്റുകൾ ഈ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലുമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത്. നല്ല 2 പാളിയുടെ ഡോറാണ് വന്നിരിക്കുന്നത്. അത് തേക്കിൻ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നല്ല വലിയ ഒരു
ലിവിങ് ഹാളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ മുകൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല LED ലൈറ്റുകൾ, ജിപ്സം വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ജനലും കതവും കൂടെ ചേരുന്ന ഒരു ഭാഗമാണ്. അവിടെയൊക്കെ തേക്കിൻ്റെ തടി കൊണ്ടുള്ള പാനലിങ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സ്വന്തം ആവശ്യത്തിന് നിർമ്മിക്കുന്ന ഒരു വീട് എങ്ങനെയാണോ അതിലും നല്ലതായിട്ടാണ് ഈ ബിൽഡർ ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വർക്കുകൾ, ഈ പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റാണ്. ഇവിടെയാണ് നമുക്കൊരു TV യുടെ ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അവിടെ ഒരു TV യൂണിറ്റ് കൂടി കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും കൂടി ഉള്ളതാണ് ഒരു ഏരിയ ആണ്. അതോടൊപ്പം തന്നെ ഒരു പ്രെയർ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ വീടിന് ഉൾവശത്ത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. പണികളൊക്കെ നമുക്കൊരു കുറ്റം പറയാനില്ല, അത്രയും നല്ല രീതിയിലാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഇത് പ്രെയർ യൂണിറ്റാണ്. ഇതിൻ്റെ വർക്കുകൾ ഈ പ്രെയർ യൂണിറ്റിൻ്റെ ആണെങ്കിലും മറ്റ് തടിപ്പണികൾ ഒരു 80% തേക്കിൻ തടിയിൽ തന്നെയാണ് മുഴുവൻ തീർത്തിരിക്കുന്നത്. ഈ TV യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. റൂമിലേക്ക് കയറുന്ന ഡോറിൻ്റെ കട്ടളയൊക്കെ ആണെങ്കിലും തേക്കിൻ്റെ പാനലിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. വലിയ ഒരു ബെഡ്റൂമാണ്. അതിലും ഇൻറ്റീരിയർ വർക്കുകളുണ്ട്, AC പോയിൻ്റ് ഉണ്ട്, LED ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റുകൾ മുതലായവ എല്ലാം കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 പാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നല്ലൊരു ബാത്റൂം വന്നിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ്, 10 വർഷം വാറണ്ടി ഉള്ള സാധനങ്ങളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ ഫാമിലി ലിവിങ് ഡൈനിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജിപ്സം വർക്കുകളാണ് ഈ റൂമിൽ ചെയ്തിരിക്കുന്നത്. വലിയ ഒരു 3 പാളിയുടെ ജനലും ഒരു 2 പാളിയുടെ ജനലുമാണ് കൂടുതൽ വായുവും സൂര്യപ്രകാശവും കയറുന്നതിനായിട്ട് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും മുമ്പ് കണ്ട പോലെ തന്നെ 2 പാളിയുടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ ഒരു ബാത്റൂമും നമുക്കിവിടെ കാണാവുന്നതാണ്. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. താഴത്തേത് മാറ്റ് ഫിനിഷിലുള്ള ഒരു നിലത്ത് വിരിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും വലിയ ബെഡ്റൂമുകളാണ്. ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജിപ്സം വർക്കാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു റൂമിൽ തന്നെ ഒരു 2 പാളിയുടെ അലമാര നമുക്കിവിടെ കാണാം. 3 പാളിയുടെ ഒരു ജനാലയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. പാലാ ടൗണിൽ നിന്നും ഏകദേശം 2-3 കിലോമീറ്ററിനുള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു വാഷ് ഏരിയ വന്നിരിക്കുന്നത്. വാഷ് ഏരിയയിലെ വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് ഇൻവേർട്ടറിനുള്ള ഒരു സൗകര്യവും കൂടി ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ അടിയിലാണ് ഇൻവേർട്ടറിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഒരു ഡൈനിങ് വരുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ്, എന്നാൽ വെള്ളം പറ്റുകയില്ല. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നല്ല വലിയ ബെഡ്റൂമാണ്. നല്ല ഡിസൈനിലുള്ള നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം. അപ്പോൾ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു.
ലിവിങ് ഹാള്, ഫാമിലി ലിവിങ്, ഡൈനിങ് എല്ലാം കണ്ടു ഇതാ വരുന്നു നമ്മുടെ ഒരു കിച്ചൺ. നല്ല മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ്. ടൈലിന് ചേരുന്ന രീതിയിലുള്ള നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു, ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു. മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ ടാപ്പുകൾ ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും പവർ പോയിൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിനുള്ള ട്രേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് വരുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് കിച്ചൺ തന്നെ പറയാം. ആ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഷീറ്റിട്ട് എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് കിണർ. മോട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.